സ്നേഹമുള്ളവരെ, ഓട്ടോവായിലെ സെന്റ് മദർ തെരേസ സിറോ മലബാർ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ മദർ തെരേസായുടെ തിരുനാളിന് ഒരുങ്ങുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഓട്ടോവായിലെ സിറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ രൂപീകരണത്തിന്റെ ആദ്യ നാളുകളിൽ അവിടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ നല്ല ദിനങ്ങളെക്കുറിച്ച് ഞാൻ ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു. വളരെ ചെറുതെങ്കിലും വളരെ തീഷ്ണതയോടെ ഏറെ കരുതലോടെ നിങ്ങളൊക്കെ എന്നോട് കാണിച്ച സ്നേഹവും കരുതലുമെല്ലാം ആ നല്ല ദിനങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതിൽ നിന്നെല്ലാം ഏറെ മാറി ഇടവക ഇന്നേറെ വളർന്നിരിക്കുന്നു. എല്ലാ തലങ്ങളിലും ഇന്ന് ഏറെ വളർച്ചയിലാണ്. വളരെ പ്രത്യേകമായിട്ട് ബെന്നിയച്ചന്റെ നേതൃത്വത്തിൽ നിങ്ങളൊരു നല്ല സ്നേഹ സമൂഹമായിട്ട് ദ്രുതഗതിയിലുള്ള വളർച്ചയിലാണ് എന്നറിയുന്നതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. ഇടവകയുടെ തിരുനാൾ ആചരണങ്ങളെക്കുറിച്ച് സഭ പ്രധാനമായിട്ടും പഠിപ്പിക്കുക 4 കാരണങ്ങളാണ് എന്നുള്ളതാണ്. ദർ ഇസ് എ സ്പിരിച്വൽ ഡൈമെൻഷൻ, അതായത് ഒരു ആത്മീയതയുടെ തലമുണ്ട്. ഇടവകാംഗങ്ങളുടെ ആത്മീയ ജീവിതത്തിലുള്ള ഒരു വളർച്ച, പ്രത്യേകിച്ച് ഏത് വിശുദ്ധന്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെയാണോ തിരുനാൾ ആചരിക്കുന്നത് അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു വളർച്ച. രണ്ടാമത് പറയുന്നത് ദർ ഇസ് എ ഫോർമേറ്റീവ് ഡിമെൻഷൻ, അതായത് ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിശീലനത്തിന്റെ ഒരു തലം. മൂന്നാമത് പറയുന്നത് ദർ ഇസ് എ പ്രൊക്ലമേറ്റീവ് ഡിമെൻഷൻ, അതായത് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. പരസ്യമായിട്ട് തങ്ങളുടെ വിശ്വാസം പൊതുസമൂഹത്തോടും ഇടവക സമൂഹത്തോടുമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ തലം. നാലാമത് പറയുന്നത് ദർ ഇസ് എ സോഷ്യൽ ഡിമെൻഷൻ, ഒരു സാമൂഹിക തലമുണ്ട്. അതായത് ഇടവക അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും കൂട്ടായ്മയും സൗഹാർദ്ദവും ഒക്കെ വർദ്ധിച്ചു വരുന്നതിന് ഇടവക തിരുനാളുകൾ കാരണമാകണമെന്ന്. തിരുനാൾ ആചരണങ്ങൾക്ക് പിന്നിൽ ഈ 4 കാരണങ്ങളാണ് സഭ പഠിപ്പിക്കുക. അതായത് ഇടവകാംഗങ്ങളുടെ ഒരു ആത്മീയ വളർച്ച, ഇടവകാംഗങ്ങളുടെ വിശ്വാസ കൈമാറ്റത്തിന്റെ ഒരു തലം, ഇടവകാംഗങ്ങളുടെ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത്, നാലാമത് ഇടവകാംഗങ്ങളുടെ സ്നേഹവും കൂട്ടായ്മയും വർദ്ധിച്ചു വരിക എന്നുള്ളത്. ഓട്ടോവായിലെ സിറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ഈ തിരുനാൾ ആചരണം ഈ 4 തലങ്ങളിലുമുള്ള സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. സ്വർഗീയ മധ്യസ്ഥയായ മദർ തെരേസ നമുക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കട്ടെ. നിങ്ങളുടെ ഇടയിലെ സ്നേഹവും കൂട്ടായ്മയും സൗഹാർദ്ദവുമെല്ലാം കൂടുതൽ വർദ്ധിച്ചു വരട്ടെ. ഒരു നല്ല ഇടവക സമൂഹമായിട്ട് വളരാന് ഈ തിരുനാൾ ആചരണം കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മദർ തെരേസ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ ജോർജ് ദാനവേലി.